വിളുമ്പി. നീ ഇവിടെ ഇരിക്കണോ? പുറത്ത് നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ലേ? ഇടോ പുറത്തിറങ്ങി നോക്കണം, നല്ല പച്ച പനൻ തത്തകള് കളിക്കാണ് അളിയാ. ദേ ഒന്നാം തരം ഹൈദരാബാദി ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നീ ഒന്നും കുക്ക് ചെയ്യണ്ട, നമുക്കിത് കഴിച്ചോട്ട് കറങ്ങാൻ പോവാം. വേറെ ബിരിയാണി അവിടെ ഇരിക്കട്ടെ, ഇതെന്നാ സാധനം? അത് സെയിം വേ. അത് വായിക്കാനുള്ള ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം, ഇതിനകത്ത് എന്നതാന്നാ ഞാൻ ചോദിച്ചത്. എടാ നീ ആ വെളുമ്പിയുടെ സെയിം വേയുടെ മെമ്പർഷിപ്പ് എടുത്തല്ലേ? അവളൊരു പാവം പെണ്ണാണ്. അവളെ പ്രാരാബ്ധമെല്ലാം കേട്ടപ്പോ ഞാൻ അങ്ങ് സമ്മതിച്ചു. എടാ ഞാൻ എത്ര നേരം വായിട്ട് അലച്ചിട്ടാടാ ഞാൻ നിന്നെ കൊണ്ട് സെയിം വേയുടെ മെമ്പർഷിപ്പ് എടുത്തത്. ആ സമയത്ത് വല്ല ചുരിദാറും വല്ല ഇട്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ നീ അപ്പ ഒപ്പിട്ടേനെ. ബേബിട്ട, അവക്കിത് മാത്രമേ ഒരു പണിയായിട്ടുള്ളൂ. നിനക്ക് വെറും സൈഡ് ബിസിനസ് അല്ലേ? പിന്നെ അവളെ മെമ്പർഷിപ്പ് വാങ്ങിച്ചാലും നിന്റെ തന്നെ ഞാൻ പ്രോഡക്ട്സ് വാങ്ങിക്കുള്ളൂ. വേണ്ട വേണ്ട, നീ അങ്ങനെ ബുദ്ധിമുട്ടണ്ട. മാതാവേ, ഇങ്ങനെ ഒരു ഡൗൺ ലൈൻ ആർക്കും കൊടുക്കല്ലേ. ബേബിക്കുട്ട, നീ ഇങ്ങനെ വയലന്റ് ആവാതെ. നിനക്ക് രണ്ടുപേരും ഞാൻ ക്യാൻവാസ് ചെയ്ത് തരാം. ഒന്നുമില്ലെങ്കിൽ 2 കൊല്ലം മെഡിക്കൽ റെപ്പായിട്ട് പെട്ടിയും തൂക്കി നടന്നതാ. അതിരിക്കട്ടെ, ഈ വീട്ടിലുള്ള 2 പേരെ നീ ക്യാൻവാസ് ചെയ്തോ? ഞാൻ ആ കൃഷ്ണൻകുട്ടിയോട് സംസാരിച്ചു നോക്കിയതാ. അവനതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. ഇതൊക്കെ വേറെ പറ്റിപ്പാന്ന് അവൻ പറയുന്നത്. അല്ല, ഈ നാട്ടില് മില്യണർ ആകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. അപ്പൊ മറ്റേ താടിയോ, നീ അവനെ കോണ്ടാക്ട് ചെയ്തോ? അവൻ രാവിലെ ശരം വിട്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നല്ലാതെ അവനെ ഒന്ന് ഇരിക്കാൻ കിട്ടണ്ടേ? എന്നാലല്ലേ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ശരി, അവനെ ഇതുവരെ ശരിക്ക് പരിചയം